ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ വേർഡ് പ്രോബ്ലംസ് പറഞ്ഞിട്ടുണ്ട്. രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ടോ അല്ലേ? അല്ലേ? ഇന്നതിന്റെ ബാക്കി എടുക്കണോ അതോ പുതിയ ചാപ്റ്റർ തുടങ്ങണോ? മിസ് ബാക്കി അത് ആദ്യം ചെയ്യിപ്പിച്ചു തന്നെ എക്സൈസ് 5.4 12 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് പറയണോ അതോ നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണോ? ഫ്രാക്ഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം? എന്താ വേണ്ടത് നിങ്ങൾ പറഞ്ഞു. ഇത് പറയുകയാണെങ്കിൽ 1-2 ക്വസ്റ്റ്യൻ മാത്രമേ ഇന്ന് പറയാൻ പറ്റുള്ളൂ. പോയാ പോരെ? എന്തോ അതിന്റെ ബാക്കി വേർഡ് പ്രോബ്ലംസ് നമുക്കൊരു റിവിഷന്റെ ടൈമിൽ ഒരു 3-4 ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 3-4 മിസ് ചെയ്തു തരാം. ഇപ്പൊ നമുക്ക് 6th ചാപ്റ്റർ തുടങ്ങാം, ഫ്രാക്ഷണൽ നമ്പേഴ്സ്. ഓക്കെ, നമുക്ക് ഇനിയും 3 ചാപ്റ്റേഴ്സ്, 4 ചാപ്റ്റേഴ്സും കൂടി തീരാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഫ്രാക്ഷണൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? ഓക്കെ, ഫ്രാക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. എന്താ ഫ്രാക്ഷൻ? ഫ്രാക്ഷൻ എന്താ? ഫ്രാക്ഷൻ പറഞ്ഞ ആരെങ്കിലും അറിയുന്ന ഒരാൾ പറഞ്ഞേ. പറയോ ആരെങ്കിലും? കഴിഞ്ഞ പഠിപ്പിക്കുന്നു, പക്ഷെ ഓർമ്മയില്ല. അത് എപ്പോഴെങ്കിലും ഒന്ന് ഓർമ്മയുണ്ടാവോ എന്തെങ്കിലും കാര്യം? ലക്ഷ്മിപ്രിയക്ക് ഓർമ്മയുണ്ടോ ഫ്രാക്ഷൻ എന്താണ്? സായി കൃഷ്ണ, ജോസി? ഇല്ല. റിഹാൻ? ആർക്കും ഓർമ്മയില്ല ഫ്രാക്ഷൻ എന്താന്ന്? കേട്ടിട്ടേ ഇല്ല ഫ്രാക്ഷൻ. അറിയാൻ പക്ഷെ പറയാൻ കിട്ടുന്നില്ല. ഒരു എക്സാമ്പിൾ മിസ് പറയാം. നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ പിറന്നാളിനോ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒരു കേക്ക് വാങ്ങി. കേക്ക് വാങ്ങിയിട്ട് നിങ്ങളത് എങ്ങനെയാ കട്ട് ചെയ്യുന്നേ? നടുക്കൂടെ ഇങ്ങനെ കോണായിട്ടല്ലേ കട്ട് ചെയ്യുന്നേ അല്ലെ? ഒരു റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് ആണെങ്കിൽ കറക്റ്റ് നടുക്കുന്ന ഇങ്ങനെ സൈഡ് വൈസ് ആയിട്ട് കട്ട് ചെയ്യും അല്ലെ? എത്ര പീസ് ആക്കും? 125. എത്ര വേണമെങ്കിലും ആക്കാം, വലിപ്പം പോലെ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ആക്കാം. ഒന്ന് മ്യൂട്ട് ചെയ്തോട്ടെ. ഓക്കെ, ഇവിടെ ഒന്ന് നോക്കിക്കോ, മിസ് ഇപ്പൊ പറഞ്ഞുതരാം. ഇതൊരു കേക്കാന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കേക്ക്. ആ കേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ ഒരു കേക്കല്ലേ ഉള്ളൂ ഇത് അല്ലെ? ആ കേക്കിനെ നമുക്ക് കൃത്യം പകുതി 2 ആക്കാം. 4 പീസ് ആക്കാം. 6 പീസ് ആക്കാം. 8 പീസ് ആക്കാം അല്ലെ? ഇനിയും കുഞ്ഞു കഷ്ണങ്ങൾ കുറെ പേരുണ്ടെങ്കിൽ ഒരുപോലുള്ള 10 പീസ് ആക്കാം, 12 പീസ് ആക്കാം, 14 പീസ് ആക്കാം, 16 പീസ് ആക്കാം, ഇനിയും വേണമെങ്കിൽ കുഞ്ഞു പീസ് ആക്കാം അല്ലെ? ഇതിപ്പോ നമ്മൾ ടോട്ടൽ 16 പീസ് ആക്കിയിട്ടുണ്ട്. ടോട്ടൽ എത്ര പീസ് ആക്കിയിട്ടുണ്ട്? 16 പീസ് ആക്കിയിട്ടുണ്ട്. അതിൽ ഈ ഒരു ഭാഗം
ഒരു പോർഷൻ എടുത്താൽ ഒരു പീസ് നിങ്ങൾ എടുത്തു 16 കഷ്ണം ആക്കിയതിൽ ഒരു കഷ്ണം നിങ്ങൾ എടുത്തു അപ്പൊ നിങ്ങൾ എങ്ങനെ പറയാം 16 പീസ് ആക്കിയതിൽ ഒരു ഭാഗം ഇതാണ് ഫ്രാക്ഷൻ അതായത് ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആ ഒരു യൂണിറ്റിനെ ഒരു ഗ്രൂപ്പിനെ ഒരുപാട് പാർട്സ് ആക്കിയതിൽ എന്താക്കിയതിൽ ഒരുപാട് പാർട്സ് PARTS പാർട്സ് എന്ന് വെച്ചാല് ചിക്കന്റെ പാർട്സ് അല്ല പാർട്സ് എന്ന് വെച്ചാല് ഭാഗങ്ങൾ ഒരുപാട് ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗം അല്ലെങ്കിൽ 2 ഭാഗം അല്ലെങ്കിൽ 3 ഭാഗം എന്നതിനെ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഫ്രാക്ഷൻ ആ നിങ്ങളുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നവിടെ ഫസ്റ്റ് സെന്റൻസ് കൊടുത്തിട്ടുണ്ട് എന്താ കൊടുത്തിരിക്കുന്നത് A fraction is a number that expresses part of a group or whole or one unit. അതായത് ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഹോൾ അതായത് മൊത്തമായിട്ടുള്ള ഒരു സംഭവം അതിനെ കുറെ പാർട്സ് ആക്കി മാറ്റിയതിൽ കുറച്ച് ഭാഗത്തിനെ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പർ ആണ് എന്ത് ഫ്രാക്ഷൻ ഇപ്പൊ ഞാൻ പറഞ്ഞ ഇതേ എക്സാമ്പിൾ തന്നെ കേക്ക് നമ്മൾ മുറിക്കുന്നു കേക്ക് മുറിക്കുന്നതിൽ 4 ഭാഗം ആക്കിയിട്ട് നമ്മൾ ഒരു ഭാഗം എടുത്താൽ 4ൽ ഒരു ഭാഗമാണ് നമ്മൾ എടുക്കുന്നത് 8 കഷ്ണം ആക്കിയിട്ടുണ്ടെങ്കിൽ 8 പീസ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതായത് ഈക്വൽ പീസ് ആയിരിക്കണം വേറെ വേറെ അളവിലൊന്നും മുറിക്കാൻ പാടില്ല ഈക്വൽ ആയിട്ട് 8 പീസ് ആക്കിയിട്ട് അതിൽ ഒന്നെടുത്താൽ നമ്മൾ എന്ത് പറയും 8 പീസ് ആക്കിയതിൽ ഒരു പീസ് നമ്മൾ എടുത്തു അങ്ങനെ മുഴുവനായിട്ടുള്ള ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഇതിനൊക്കെ ഒരുപാട് ഭാഗങ്ങളായിട്ട് മുറിച്ച് മാറ്റി വെച്ചിട്ട് അതിൽ കുറച്ച് ഭാഗത്തിനെ മാത്രം എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്ത് ഫ്രാക്ഷൻ നമ്മളിപ്പോ ഈ പറഞ്ഞ കേക്കിന്റെ കേസില് ഇതിലിപ്പോ ഈ ഒരു ഭാഗത്തിനെ നമുക്ക് 1 എന്ന് മുഴുവനായിട്ട് പറയാൻ പറ്റും 1 എന്ന് പറയാൻ ഈ ഒരു കേക്ക് മുഴുവനായിട്ട് വേണം ഈ ഒരു ഭാഗത്തിനെ മാത്രമായിട്ട് നമുക്ക് 1 എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇല്ലല്ലോ അതുപോലെ 2 പീസ് എടുത്തിട്ടുണ്ടെങ്കിൽ 2 പീസാണ് നമ്മൾ കഴിച്ചിട്ടുള്ളതെങ്കിൽ 2 നമുക്ക് മുഴുവനായിട്ട് പറയാൻ പറ്റുമോ ഇല്ല 16 പീസ് ആക്കിയതിൽ 2 ഭാഗം അങ്ങനെ മാത്രമേ നമുക്ക് ഈ 2 പീസിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ കഴിച്ചിരിക്കുന്ന ഈ 2 പീസിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് 16 പാർട്സ് ആക്കിയതിൽ 2 പീസ് അങ്ങനെ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ ഒരുപാട് പാർട്സ് ആക്കി മാറ്റിയതിൽ കുറച്ച് ഭാഗത്തിനെ മാത്രം എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പറാണ് ഫ്രാക്ഷൻ പഠിച്ചിട്ടുണ്ടല്ലോ 4ാം ക്ലാസ്സിലൊക്കെ 4ാം ക്ലാസ്സിൽ മാത്രമല്ല 2 മുതൽ ഉണ്ടെന്ന് തോന്നുന്നു ഫ്രാക്ഷൻ പഠിക്കാൻ CBSE സിലബസിൽ 2ാം ക്ലാസ് മുതൽ ഫ്രാക്ഷൻ പഠിക്കാനുണ്ട് സായി കൃഷ്ണയും ലക്ഷ്മിപ്രിയയും പഠിച്ചതാണോ ഫ്രാക്ഷൻ ബേസിക് ഐഡിയ ഒക്കെ അറിയില്ലേ എന്താണ് ഫ്രാക്ഷൻ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഒക്കെ അറിയോ അംശവും ഛേദവും ഓക്കെ പറഞ്ഞുതരാം നമ്മൾ നോർമലി ഒരു ഫ്രാക്ഷനെ എക്സ്പ്രസ് ചെയ്യുന്ന ഫോം A/B നമ്മൾ സാധാരണ ഒരു നമ്പർ എങ്ങനെ പറയാ 1 2 3 ഇങ്ങനെയല്ലേ സാധാരണ നമ്പേഴ്സ് നോർമൽ കൗണ്ടിങ് നമ്പേഴ്സ് പറയുന്നത് ഒരു ഫ്രാക്ഷനെ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയാണ് A/B ഇതിൽ A
പറയുന്ന നമ്പർ, ഈ എ ഏതെങ്കിലും ഒരു നമ്പർ ആവാം, ബി ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഒരു നമ്പർ ആവാം. എ എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ എന്ത് പറയുന്നു? എ എന്ന് പറയുന്ന നമ്പർ എ അല്ല, എന്റെ പ്ലേസിൽ വരുന്ന നമ്പറിനെ നമ്മൾ എന്ത് പറയുന്നു? ന്യൂമറേറ്റർ. എന്താ പറയുന്നേ? ന്യൂമറേറ്റർ. ഇനി ബിന്റെ പ്ലേസിൽ വരുന്ന നമ്പറിനെ നമ്മൾ എന്ത് പറയും? ഡിനോമിനേറ്റർ. എന്റെ പ്ലേസിൽ വരുന്ന നമ്പറിനെ ന്യൂമറേറ്റർ എന്ന് പറയുന്നു, ബിന്റെ പ്ലേസിൽ വരുന്ന നമ്പറിനെ ഡിനോമിനേറ്റർ എന്നും പറയുന്നു. ഫോർ എക്സാമ്പിൾ 2/3. ഇതിൽ 2 ആണ് ന്യൂമറേറ്റർ, 3 ആണ് ഡിനോമിനേറ്റർ. അല്ലെങ്കിൽ ഇപ്പോ 4/10. ഇതിൽ 4 ആണ് ന്യൂമറേറ്റർ, 10 ആണ് ഡിനോമിനേറ്റർ. നിങ്ങളുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 114 ഒന്ന് എടുത്തേ. 114. ഈ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നവരൊക്കെ ഒന്ന് ഓൺ ചെയ്തേ. ഈ യു ആരാ? ഇതാരാ ഈ പേരില്ലാതെ ടൈപ്പ് ചെയ്തിരിക്കുന്നേ? സ്വന്തം പേര് വെച്ചിട്ട് തന്നെ ക്ലാസ്സിൽ കയറണം എന്ന് പറഞ്ഞിരിക്കുന്നതല്ലേ? നിങ്ങളുടെ അറ്റൻഡൻസ് പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വീഡിയോ ഓൺ ചെയ്തേ. റിഹാനാണോ? റിഹാൻ എന്താ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നേ? എന്തുപറ്റി? അപ്പൊ ആ പേജില് പേജ് നമ്പർ 114 ഫസ്റ്റ് ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു നോക്കുക. ഏതാ? എ ഫ്രാക്ഷൻ ഈസ് എ നമ്പർ ദാറ്റ് എക്സ്പ്രസസ് പാർട്ട് ഓഫ് എ ഗ്രൂപ്പ് ഓർ ഹോൾ ഓർ വൺ യൂണിറ്റ്. അണ്ടർലൈൻ ചെയ്തോ? Then it is written in the form of a by b or a by b. അതായത് നമ്മൾ ഫ്രാക്ഷൻ എഴുതുന്ന സമയത്ത് എങ്ങനെയാ നമ്മൾ എഴുതുന്നേ? എങ്ങനെ എഴുതുന്നേ? ഒന്നുകിൽ a by b എന്ന് എഴുതും. നിങ്ങളുടെ വീട്ടിൽ വലിയ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ എഴുതുന്ന കാണാം ഇങ്ങനെ a by b. ഇത് രണ്ടും ഫ്രാക്ഷനെ എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഒന്നുകിൽ എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. രണ്ട് എഴുതിയാലും ഫ്രാക്ഷൻ തന്നെ. ഇതിൽ എ എന്ന് പറയുന്ന പ്ലേസിൽ വരുന്ന നമ്പറിനെയാണ് നമ്മൾ ന്യൂമറേറ്റർ എന്ന് പറയാം, ബിയുടെ പ്ലേസിൽ വരുന്ന നമ്പറിനെ ഡിനോമിനേറ്റർ എന്ന് പറയാം. Then നമുക്ക് ഒരു ഫ്രാക്ഷൻ തന്നിട്ട് ആ ഫ്രാക്ഷനിലെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ, ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആ ഫ്രാക്ഷന്റെ അതേ വാല്യൂ ഉള്ള നമ്പർ തന്നെ കിട്ടും. മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോ ഈ ഒരു സ്ക്വയറിനെ 4 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. ഓക്കെ, 4 ഭാഗങ്ങളാക്കി. അതില് ഒരു ഭാഗം നമ്മൾ സെലക്ട് ചെയ്തു. ഒരു ഭാഗം സെലക്ട് ചെയ്തു.
ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തതിനെ നമ്മൾ ഫ്രാക്ഷൻ വെച്ചിട്ട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? 1/4 പാർട്സ് ആക്കിയതിൽ ഒരു പാർട്ട് അല്ലേ? ഇനി ഇതിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. വീണ്ടും ഡിവൈഡ് ചെയ്യുന്ന വെച്ചാല് ഈ നാല് പാർട്സ് ആക്കിയതിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് 8 പാർട്സ് ആക്കുന്നു. എട്ട് പാർട്സ് ആക്കി. 8 അല്ല അല്ലേ, 16 പാർട്സ് ആക്കിയില്ലേ? ഓക്കെ, 16 പാർട്സ് ആക്കി. ഇതാരെ വരച്ചിടുന്നേ? 16 പാർട്സ് ആക്കിയതിൽ നമ്മൾ ഈ സെലക്ട് ചെയ്തത് എത്ര ഭാഗം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്? 16 പാർട്സ് ആക്കിയതിൽ 4 പാർട്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? 16 പാർട്സ് ആക്കിയതിൽ 4 പാർട്സ്. ഇനി ഈ രണ്ട് ഫ്രാക്ഷൻ അവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ 1/4 എന്ന് പറയുന്ന ഫ്രാക്ഷനില് ന്യൂമറേറ്ററിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിനോമിനേറ്ററിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. How is that? എത്ര തവണ പറയുന്നുണ്ട് സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ സ്ക്രീനിൽ ടച്ച് ചെയ്യരുതെന്ന്? നിങ്ങൾക്ക് തന്നെ വരച്ച് പഠിക്കാമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്താൽ പോരെ? ഞാൻ ഇവിടുത്തെ കഷ്ടപ്പെട്ട് വരച്ചു തരണോ? 5ാം ക്ലാസ്സിൽ മാത്രമല്ലേ ഉള്ളൂ ഈ പ്രോബ്ലം? വേറെ ഒരു ക്ലാസ്സിലും കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നില്ലല്ലോ. ക്ലാസ് തുടങ്ങിയപ്പോ മുതൽ പറയുന്നതാ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ സ്ക്രീനിൽ ടച്ച് ചെയ്യണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ ന്യൂമറേറ്ററിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിനോമിനേറ്ററിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ന്യൂമറേറ്ററിൽ അപ്പൊ 1 × 4 ആയാല് 4 എന്ന് കിട്ടും. ഡിനോമിനേറ്ററിൽ 4 × 4 16 എന്ന് കിട്ടും. അപ്പൊ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടിയിരിക്കുന്നത് 4 × 16 അല്ലേ? ഈ 4 × 16 തന്നെയാണല്ലോ നമ്മളിവിടെ നേരത്തെ ഡിവൈഡ് ചെയ്ത് കിട്ടിയതും, അതായത് പാർട്സ് ആക്കിയപ്പോ കിട്ടിയതും 4 × 16 തന്നെയല്ലേ? അല്ലേ? അത് രണ്ടും സെയിം അല്ലേ? 4 × 16 നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തതും ഈ 1/4നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന 4/16ഉം സെയിം പാർട്സ് തന്നെയല്ലേ? അല്ലേ? അതിന്റെ വാല്യൂല് വ്യത്യാസം വരുന്നില്ലല്ലോ ഫ്രാക്ഷന്റെ. മനസ്സിലായിട്ടില്ല. ഓക്കെ, നമ്മൾ ആദ്യം 4 ഭാഗം ആക്കിയിട്ട് ഒരു ഭാഗം നമ്മൾ സെലക്ട് ചെയ്തു, 1/4 സെലക്ട് ചെയ്തു. അതിന് നമ്മൾ 4 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4/16 ആ കിട്ടുന്നത്. അത് അവിടെ കിടക്കട്ടെ. അതിനുശേഷം നമ്മൾ അഗൈൻ ഡിവൈഡ് ചെയ്ത് 16 പാർട്സ് ആക്കി. 16 പാർട്സ് ആക്കിയപ്പോഴും ആ സെലക്ട് ചെയ്ത് വച്ചിരിക്കുന്ന ഭാഗം എത്രയാ വരുന്നേ? 4 പാർട്സ്. 16 പാർട്സ് ആക്കിയതിൽ 4 പാർട്സ് ആ വരുന്നത്. അതാണ് നമ്മൾ 4/16 എന്ന് പറഞ്ഞത്. 16 പാർട്സ് ആക്കുമ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗം 4/16. അപ്പൊ നമ്മള് 1/4 എന്ന് പറയുന്ന ആ ഒരു ഫ്രാക്ഷനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4/16 ആണ് കിട്ടിയത് അല്ലെ? ആ 4/16 എന്ന് പറയുന്നതും ഈ 4/16 എന്ന് പറയുന്നതും ഒരേ പാർട്സിനെ തന്നെയല്ലേ റെപ്രസെന്റ് ചെയ്യുന്നത്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ വാല്യൂവിൽ വ്യത്യാസം വരില്ല. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ വാല്യൂവില് വ്യത്യാസം വരില്ല. അങ്ങനെയുള്ള രണ്ട് ഫ്രാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വാലന്റ് ഫ്രാക്ഷൻ. എന്ത് ഫ്രാക്ഷൻ? ഇക്വിവാലന്റ് ഫ്രാക്ഷൻ. ആ പാരഗ്രാഫിൽ ഏറ്റവും ലാസ്റ്റ് ഉണ്ട്, ആ പേര് പറഞ്ഞിട്ടുണ്ട്.
EQUIVALENT equivalent fraction. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. എന്താ equivalent fraction എന്ന് പറഞ്ഞാല്? We get a fraction equivalent to a given fraction by multiplying the numerator and denominator of the given fraction by the same number. Such a fraction is known as an equivalent fraction. സ്പീഡിൽ വായിച്ചു പോകുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. സിമ്പിൾ ആയിട്ട് പറയാം. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് വേറൊരു ഫ്രാക്ഷൻ കിട്ടും. അപ്പോ ആദ്യത്തെ ഫ്രാക്ഷന്റെ അതേ വാല്യൂ തന്നെയായിരിക്കും നമുക്ക് രണ്ടാമത് കിട്ടിയിരിക്കുന്ന ഫ്രാക്ഷനും. അതിന്റെ വാല്യൂവിൽ വ്യത്യാസം വരില്ല. അത് ആ ഫ്രാക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ട് സെയിം ആയിരിക്കും. ഇപ്പൊ ആദ്യത്തെ ഫ്രാക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പാർട്ട് ഉണ്ടാവുമല്ലോ, അതേ പാർട്ട് തന്നെ ആയിരിക്കും നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഏതെങ്കിലും ഒരു സെയിം നമ്പർ, 0 ആവരുത്, ഒരു നമ്പർ കൊണ്ട് 0 ഒഴികെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഫ്രാക്ഷൻ ഈ ആദ്യത്തെ ഫ്രാക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്ന സെയിം ഫ്രാക്ഷൻ തന്നെ ആയിരിക്കും. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് സെയിം നമ്പർ കൊണ്ട് രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും. Such fractions are called എന്താ? Equivalent fraction. ഓക്കെ, അപ്പൊ അതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 1/2 is equal to 1/2 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ. ആ ഫ്രാക്ഷനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ന്യൂമറേറ്റർ 2 കിട്ടും, ഡിനോമിനേറ്റർ 4 കിട്ടും. അപ്പോ 1/2 2/4 രണ്ടും റെപ്രസെന്റ് ചെയ്യുന്നത് ഒരേ പാർട്ട് ആയിരിക്കും. 1/2 2/4 ഇക്വലന്റ് ഫ്രാക്ഷൻ. ഇനി ഇക്വലന്റ് ഫ്രാക്ഷൻസ് കിട്ടാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ എന്നില്ല. എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താലും മതി. But remember that never add or subtract same number from a fraction. ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും നമുക്ക് ഇക്വലന്റ് ഫ്രാക്ഷൻ കിട്ടില്ല. ഓൺലി ബൈ മൾട്ടിപ്ലൈയിങ് ആൻഡ് ഡിവൈഡിങ്. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്താൽ മാത്രമേ രണ്ട് ഇക്വലന്റ് ഫ്രാക്ഷൻസ് കിട്ടുള്ളൂ. അഡീഷനും സബ്ട്രാക്ഷനും ഇതിൽ വരില്ല. ഓക്കെ, അപ്പൊ രണ്ട് നമ്പേഴ്സിനെ ഫ്രാക്ഷൻസിന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ഇക്വലന്റ് ഫ്രാക്ഷൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ എക്സൈസ് 6.1 കണ്ടോ? എക്സൈസ് 6.1 അതിനകത്ത് A question, write 4 equivalent fractions for each of the following. അതെല്ലാം ഒന്നും ചെയ്യണ്ട. 3/8 4/9 5/6 ഒന്നാമത്തതും മൂന്നാമത്തതും അഞ്ചാമത്തതും. ഒന്നാമത്തതും മൂന്നാമത്തതും അഞ്ചാമത്തതും, അതായത് 3/8ന്റെയും 4/9ന്റെയും 5/6ന്റെയും 4 ഇക്വലന്റ് ഫ്രാക്ഷൻസ് വീതം എഴുതുക. എക്സാമ്പിൾ പറഞ്ഞുതരാം എങ്ങനെ എഴുതണ്ടേന്ന്. ഇപ്പോ 3/5ന്റെ 4 ഇക്വലന്റ് ഫ്രാക്ഷൻസ് എഴുതണമെങ്കിൽ ആദ്യം 3 ഇക്വലന്റ് ഫ്രാക്ഷൻസ് എഴുതണമെങ്കിൽ 3 × 2/5 × 2 എത്ര കിട്ടും? 6/10. അപ്പൊ 3/5ന്റെ ഒരു ഇക്വലന്റ് ഫ്രാക്ഷൻ 6/10. അടുത്തത് കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 3/5 × 3 അതായത് 9/15. ഇപ്പൊ രണ്ട് ഇക്വലന്റ് ഫ്രാക്ഷൻസ് ആയി. 3/5ന്റെ രണ്ട് ഇക്വലന്റ് ഫ്രാക്ഷൻസ് 6/10ഉം 9/15ഉം. ഇനി അടുത്തത് കിട്ടണമെങ്കിൽ വേണമെങ്കിൽ 3 × 5 ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 5 ഈക്വൽ ടു
15/25. ഇങ്ങനെയാണ് നമ്മൾ ഇക്വലന്റ് ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കുന്നത്. അതായത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേറൊരു ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നു. അപ്പൊ ഈ മൂന്നെണ്ണത്തിന്റെ ഒന്നാമത്തതും മൂന്നാമത്തതും അഞ്ചാമത്തതും 3/8, 4/9, 5/6 ഈ മൂന്നെണ്ണത്തിന്റെ 4 ഇക്വലന്റ് ഫ്രാക്ഷൻസ് വീതം കണ്ടുപിടിക്കാം. ഓക്കെ, അത് ഇന്നത്തെ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ബൈ.